ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. കോഴിക്കോട് നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളടക്കമുള്ള ആശുപത്രികളിൽ നേരിടുന്ന ഒരു അവസ്ഥയുടെ ഒരു നേർചിത്രമാണ് ഈ വാർത്ത. അതായത് ഭിന്നശേഷി സൗഹൃദമല്ല നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ എന്നുള്ള ഗുരുതരമായ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കണ്ണോടിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം ഇത്തരത്തിൽ ഭിന്നശേഷി സൗഹൃദം കൂടി ആകണം എന്നുള്ള ആവശ്യം ഉയരുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും ഇത്തരത്തിൽ ആ ഒരു ഭിന്നശേഷി സൗഹൃദം ആകേണ്ട സ്ഥലം അത്തരത്തിൽ അല്ല എന്ന് പലർക്കും ബാത്റൂമിൽ പോകാൻ പോലും ഈ റാമ്പ് സൗകര്യങ്ങളൊന്നും വീൽചെയറുകൾ ഉരുളാത്ത സർക്കാർ ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ള ഖേദകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കാഴ്ചയാണിത്. വീൽചെയറിന് ഉരുളാൻ ശുചിമുറിയിൽ പോലും സൗകര്യമില്ല. വീൽചെയറിനേക്കാൾ ഉയരം കൂടുതലുള്ള കട്ടിലുകളാണ് മറ്റൊരു ദുരിതം. ആശുപത്രി അധികൃതരുടെ നിലപാടിലും മാറ്റമൊന്നുമില്ല. ഇങ്ങനെ ഭിന്നശേഷിക്കാരുടെ ആശുപത്രി ജീവിതങ്ങൾക്ക് കാലമേറെയായിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടേജിൽ എത്തിയിട്ട് അവിടുന്ന് വണ്ടി വെച്ചിട്ട് അങ്ങനെ തന്നെ കയറി ഞങ്ങളെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ആൾക്കാർ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഞാനിപ്പോൾ 2018 അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് പ്രസവത്തിന്റെ സമയത്ത് അവിടെ പോയപ്പം ബാത്റൂം എന്ന് പറയുന്ന ഒരു വലിയൊരു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബാത്റൂമിലേക്ക് പോകാനൊരു വീൽചെയർ കടത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ ബാത്റൂമിലേക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ എടുത്ത് കൊണ്ടുപോയിട്ട് കാര്യം സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു സജ്ജീകരണങ്ങളെ മെഡിക്കൽ കോളേജിലില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രോഗികളായി കഴിയുമ്പോൾ പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തീരെ പോകാൻ പറ്റുന്നില്ല. കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെയുള്ള അവസ്ഥകളാണ് ഭിന്നശേഷിക്കാർ പങ്കുവയ്ക്കുന്നത്. ഭിന്നശേഷി സൗഹൃദമാകാത്ത സർക്കാർ ആശുപത്രികൾ ഇവർക്ക് നൽകുന്നത് ദുരിതങ്ങൾ മാത്രം. നമ്മുടെ ആശുപത്രികൾ ഇനി എപ്പോഴാണ് ഭിന്നശേഷി സൗഹൃദമാവുക? ആധുനിക ചികിത്സാ രീതികളും വിവരസാങ്കേതിക വിദ്യയുമെല്ലാം വളർച്ചയുടെ പടവുകൾ താണ്ടുമ്പോഴും ഭിന്നശേഷിക്കാർ ഇപ്പോഴും യാതന അനുഭവിക്കുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിനേഷ് അതിനകത്ത് ചോദിച്ചിട്ടുള്ളതും. ഇനി എന്നാണ് നമ്മുടെ ആശുപത്രികൾ ഭിന്നശേഷി സൗഹൃദമാകുന്നത്? ആരോഗ്യ രംഗത്തൊക്കെ നമ്മൾ വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യം അല്ലേ, ഭിന്നശേഷിക്കാർക്ക് അടിസ്ഥാന സൗകര്യം നമ്മുടെ സ്കൂളുകളിൽ മറ്റു പൊതുവിടങ്ങളിലൊക്കെ ഇത്തരം റാമ്പുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിൽ പോലും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ ഏറ്റവും അധികം ഭിന്നശേഷി സൗഹൃദമാവേണ്ട ഇടമാണ് ആശുപത്രി. കാരണം അവർക്ക് ഏറ്റവും പരിഗണന കിട്ടേണ്ട ഇടമാണ്. പക്ഷെ അവിടങ്ങളിൽ അതില്ല. മെഡിക്കൽ കോളേജുകളിൽ പോലും ഏറ്റവും അധികം ഇത്തരം രോഗികളൊക്കെ വന്നു പോകുന്ന മെഡിക്കൽ കോളേജുകളിൽ പോലും അതില്ല എന്ന വളരെ ദുഃഖകരമായ അതേസമയം ഏറെ ഇടപെടൽ ആവശ്യമുള്ള ഒരു വാർത്തയിലേക്ക് തന്നെയായിരുന്നു കോഴിക്കോട് നിന്ന്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ വാർത്ത തയ്യാറാക്കിയത്. എന്നിരുന്നാൽ തന്നെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന വസ്തുതയുണ്ട്. എന്തായാലും തീർച്ചയായും അതിനെപ്പറ്റി കൂടുതൽ എന്തായാലും വിനേഷ് തന്നെ നമുക്ക് പറഞ്ഞു നൽകും. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് വിനേഷ് ശ്രദ്ധ നമ്മളുടെ എല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കായി ഒരുക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഇത്രത്തോളം ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്.
ഗുഡ് മോർണിംഗ് ആര്യ, സജിത്ത്. നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്, അതായത് ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളുടെയും സർക്കാർ ആശുപത്രികളുടെ അവസ്ഥയാണിത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ഇതാണ് അവസ്ഥ. കാരണം അവരുടെ വീൽ ചെയറുകൾ പല വഴിക്കും ഉരുളാൻ പോലുമുള്ള സംവിധാനമില്ല. മാത്രമല്ല ഈ ബാത്റൂമുകളിലേക്കും മറ്റും ഈ വീൽ ചെയറിൽ പോകേണ്ടവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും അങ്ങ് പോകാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ബാത്റൂമുകളൊക്കെ ഒന്നല്ലെങ്കിൽ അതിന്റെ ഈ ഡോറിനുള്ള സ്പേസ് അത്രമാത്രമേ ഉള്ളൂ. വീൽ ചെയർ ഉരുളാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ഈ ബെഡുകളിലേക്ക് മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ ഇവർക്ക് ഒരു ബെഡിൽ പോലും കയറി കിടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട് കേരളത്തിലെ മെഡിക്കൽ. നമ്മൾ പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ കോഴിക്കോട്ടെ മിക്ക സർക്കാർ ആശുപത്രികളും പരിശോധിച്ചിരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സ്ഥലത്തെ അവസ്ഥ ഇങ്ങനെയാണ്. കോഴിക്കോട് മാത്രമല്ല, സംസ്ഥാനത്തെ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് എത്രയോ കാലങ്ങളായി ഈ വിഭാഗം അല്ലെങ്കിൽ ഈ ഭിന്നശേഷിക്കാരായ ആളുകളുടെ സംഘടന ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തുള്ള ദുഃഖകരമായ കാര്യം. ഹരിയ.